ശൈത്യയും അനുമോളും കൂടി ഇരുന്നിടത്തേക്ക് അപ്പാനിശരത്ത് വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ദേഷ്യമില്ല, വഴക്കുമില്ല, ഒന്നുമില്ല. അനുമോള് പറയുന്നുണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു ഇവിടെ. അപ്പാനിശരത്ത് പറയുന്നുണ്ട്, നില്ല് ഞാനൊന്ന് പറയട്ടെ. അനുമോള് വീണ്ടും പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഉള്ളിൽ വെച്ച് നിൽക്കാൻ എനിക്ക് അറിയത്തില്ല. അനുമോള് പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് 2-3 ക്വസ്റ്റ്യൻ ചേട്ടനോട് ചോദിക്കാനുണ്ട്. ബിന്നിയുടെയും ചേട്ടൻ്റെയും കൂടെ ഉള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചേട്ടൻ എന്നോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങിയത്. നീ നിൻ്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ദേഷിച്ചു. പിന്നെ അത് ചേട്ടന് ഫസ്റ്റ് കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് എന്നോട് കാണിച്ചതെന്ന് എനിക്കറിയാം. ആണോ അല്ലയോ? അപ്പോൾ ആണെന്ന് അനുമോള് തന്നെ മറുപടി പറയുന്നുണ്ട്. ഞാൻ കളിയാക്കി, എനിക്ക് സൂചിപ്പിക്കാൻ അറിയത്തില്ല, ഞാൻ കണ്ടതുപോലെ പറയും എന്ന് അനുമോള് പറയുന്നുണ്ട്. ചേട്ടാ അടിപൊളിയായിരുന്നു ചേട്ടാ, ചേട്ടാ സൂപ്പറായിരുന്നു ചേട്ടാ, ചേട്ടാ നിങ്ങൾ സൂപ്പർ, ഇങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഞാനുള്ളതുള്ളതുപോലെ പറയും. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് ശൈത്യയോട് നോക്കി പറയുന്നുണ്ട്. നിങ്ങളുടെ പാട്ട് കൊള്ളത്തില്ലായിരുന്നു, ഇവൾ ഡാൻസ് കണ്ടപ്പോഴും ഞാൻ ചിരിച്ചായിരുന്നു. ഇതൊക്കെ അനുമോള് പറയുന്നുണ്ട്. അതൊക്കെയാണ് ചേട്ടന് എന്നോട് ദേഷ്യം ഉണ്ടായതിൻ്റെ കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം, അനീഷ് ചേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടമുള്ള കാര്യമല്ലേ ചേട്ടാ, എനിക്കിഷ്ടമുള്ളവരെയല്ലേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പാനി ശരത്തിനോട്, എന്നോട് ദേഷ്യത്തിനും വൈരാഗ്യത്തിനും കാരണം എന്താണെന്ന് പറ. അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങിയിരിക്കുക. അപ്പം അനുമോള് പറയുന്നുണ്ട്, എന്നാ പറ ചേട്ടൻ പറ. വീണ്ടും അനുമോള് സ്റ്റാർട്ട് ചെയ്ത്. അനുമോള് പറയുന്നത്, അത്രയും ദിവസം ജയിലിൽ ഒരുമിച്ച് ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം പെട്ടെന്ന് അന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും അനുമോള് തന്നെ സംസാരിക്കുകയാണ്. ഞാൻ സൂപ്പറായിരുന്നു ചേട്ടാന്നൊക്കെ തമാശ പറഞ്ഞുകൊണ്ട് എന്നപ്പോൾ ഉണ്ട് എന്നോട് പറയുന്നത്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, എന്നോട് നീ സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ എന്നോട് ദേഷിച്ച്. നീ എന്നോട് മേലെ മിണ്ടാൻ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞു. എന്തു ചേട്ടാ, സ്കൂൾ പിള്ളേരെ പോലെ, ചെറിയ കുട്ടികളാണോ ഇങ്ങനെയൊക്കെ പറയാൻ? കൊച്ചു പിള്ളേരെ പോലെ പിണങ്ങുന്നു. നാണമില്ലേ? ഇവിടെയുള്ള പലരും അങ്ങനെയാണ്, സ്കൂൾ പിള്ളേരെ പോലെയാണ് പെരുമാറുന്നത്. ഇത്രയും പ്രായമൊക്കെ ഉണ്ട് എന്നിട്ടും സ്കൂൾ പിള്ളേരെ പോലെ ഓരോ സ്വഭാവങ്ങളാണ് കാണിക്കുന്നതെന്ന് അനുമോള് പറയുന്നു. അപ്പോൾ ശൈത്യയും അപ്പാനിയും കൂടെ പറയുന്നുണ്ട്, നീ ഒന്ന് നിർത്ത്. ശൈത്യ പറഞ്ഞു, നീ ആ വായൊന്ന് അടച്ച് വെക്ക്. വീണ്ടും അനുമോള് പറഞ്ഞ് അപ്പാനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനുമോള് വീണ്ടും സംസാരിച്ചു തുടങ്ങി. അനുമോള് പറഞ്ഞ്, എനിക്കറിയണം ഇന്ന് ഷോ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ശൈത്യ പറഞ്ഞ്, നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനുമോള് വീണ്ടും ചോദിക്കുന്നത്, എന്നോട് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയണം. അപ്പാന് ചിലത് സംസാരിച്ച് തുടങ്ങിയപ്പം അനുമോള് പറയുന്നുണ്ട്, ലാഗ് ഭയങ്കര, വലിച്ചു നീട്ടാതെ പെട്ടെന്ന് വേഗം പറയുന്നുണ്ട്. അപ്പാനി പറയാനുള്ളൊരു ചാൻസേ അനുമോള് കൊടുക്കുന്നില്ല. ശൈത്യ പറയുന്നുണ്ട്, വായടച്ച് മിണ്ടാതിരി, പറയുന്നൊന്ന് കേക്ക്. അപ്പാന് ശരത്ത് പറഞ്ഞു തുടങ്ങി, എനിക്ക് ദേഷ്യമൊന്നുമില്ല അതെ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ വീണ്ടും അനുമോള് പറയുന്നുണ്ട്, അതെ ദേഷ്യമൊന്നും ഇല്ലെന്നൊന്നും പറയണ്ട. ലാലേട്ടൻ വന്നപ്പോൾ അന്ന് എന്തുവായിരുന്നു പറഞ്ഞത്? എന്തുവായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനിശരത്ത് പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത്. വീണ്ടും അപ്പാനിശരത്ത് പറഞ്ഞു, ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ പോരെ. അപ്പം അനുമോൾ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അനുമോൾ പറഞ്ഞു, അത് എന്താണെന്ന് എനിക്കറിയണം, പറ, എന്തുവാ കാര്യം, എന്തുവാ അത് കാര്യം പറ. ദേഷ്യം തോന്നാനുള്ള കാര്യം എന്താണ്? ഞാൻ എന്ത് തെറ്റാണ് ചേട്ടനോട് ചെയ്തത്? പറ, എന്തിനാ മടിക്കുന്നത്? എന്തുവായാലും പറ. അപ്പം അപ്പാനി പറയുന്നുണ്ട്, ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതല്ല, പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം ഇവളെന്നോട് പറഞ്ഞ് പിന്നെ ചേട്ടനോട് മിണ്ടെന്ന്. എന്നിട്ട് ഞാൻ മിണ്ടിയോ? എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അതറിയണം, എന്തോന്ന് എനിക്കറിയണം എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുന്നിടം വരെയും അയാളോട് ഞാൻ മിണ്ടത്തില്ല, എനിക്ക് അയാളുടെ ഒരു കൂട്ടും വേണ്ട, ഇങ്ങനെയുള്ള നെഗറ്റീവ് സാധനത്തിന് എനിക്ക് വേണ്ട എന്ന് ഞാൻ ഇവളോട് പറഞ്ഞെന്ന് അനുമോള് അപ്പാനിയോട് പറയുന്നു. ശൈത്യ എന്തോ പറയാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേനും അനുമോള് പറഞ്ഞിട്ട്, നീ മിണ്ടരുത്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ചേട്ടൻ പറ, എനിക്കറിയണം ചേട്ടാ, ചേട്ടൻ പറ. അപ്പോൾ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യത്തിൻ്റെ പുറത്ത് ആണെങ്കിൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുക, അപ്പോൾ അനീഷേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? ബിൻസി പോകാൻ കാരണം ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണോ പ്രശ്നങ്ങൾ? ലാലേട്ടൻ വന്നപ്പോൾ എന്തൊക്കെ എന്നെപ്പറ്റി പറഞ്ഞത്? അവൾക്ക് നിലവാരമില്ല, അവൾ അപ്പുറം ഇപ്പുറവും ചാടും, പറയണ വാക്ക് മാറ്റി പറയും, അപ്പുറം ഇപ്പുറവും ചാടിക്കളിക്കും. ഏത് വാക്കാണ് ഞാൻ മാറ്റി പറഞ്ഞത്? എന്താ ഉത്തരവില്ലാത്തതെന്ന് അനുമോള് വീണ്ടും വീണ്ടും അപ്പാനി ശരത്തിനോട് ചോദിക്കുകയാണ്. അപ്പാനിക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത കണക്ക് ഇരിക്കുകയാണ്. അപ്പം ശൈത്യ കയറി എന്തോ പറയാനെടുക്കുന്നത്. അപ്പോഴെല്ലാം അനുമോള് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കുക, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇതിൻ്റെ ഇടയ്ക്ക് വരണ്ടാന്ന്.
അവസാനം ക്ഷമ വിട്ടിട്ട് ശൈത്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾ വല്ലാത്ത മാനസികാവസ്ഥയിലിരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ കൊനഷ്ട ചോദ്യങ്ങൾ ചോദിച്ച് അതെനിക്കറിയണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ശൈത്യം പറഞ്ഞു തീരുന്നതിന് മുമ്പേ അനുമോൾ കയറി ഇടയ്ക്ക് സംസാരിച്ച് അതെനിക്കറിയണം എന്ന് പറയുന്നുണ്ട്. അപ്പം ശൈത്യം പറഞ്ഞു അതങ്ങനെ പറ്റിപ്പോയി. അപ്പം അനുമോൾ വീണ്ടും പറയാണ്, ആൾക്കാർ നോക്കുമ്പം അനുമോൾ അപ്പാനി ശരത്തും മിണ്ടുന്നില്ല, എന്താണ് കാരണം? അപ്പോൾ അനുമോൾ വീണ്ടും പറയാം, ചേട്ടാ എന്നോട് നിങ്ങൾ വഴക്കിടാനല്ല വരേണ്ടുന്നത്, എന്തിനാ അനീഷിനെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടല്ല വരേണ്ടുന്നത്. അല്ലാതെ കൊച്ചു പിള്ളേരെ പോലെ LKG പിള്ളേരെ പോലെ പിണങ്ങി മാറി നീ എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു പോയി ഇരിക്കുകയല്ല.